തിരുവോണ നാളിൽ ശാലിനിയുണ്ട് തിരുവനന്തപുരത്ത് നമുക്കായി കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. ഓണവില്ല് കുടുംബം പത്മനാഭന് ഓണവില്ല് സമർപ്പിച്ചു. കുട്ടൻ അത്തപ്പൂക്കളമാണ് ഇക്കുറി പത്മനാഭന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ശാലിനിയിലേക്ക് പോകാം. അതെ ശാലിനി, എങ്ങനെയാണ് അവിടുത്തെ ഒരു തിരുവോണ ദിവസത്തെ കാഴ്ചകൾ? അനിൽ നമ്പ്യാർ ഒപ്പം രാഖി രണ്ടുപേർക്കും നല്ലൊരു തിരുവോണ ദിനാശംസകൾ നേരുന്നു. ഞാനും എൻ്റെ ക്യാമറ പേഴ്സൺ അനീഷ് കാട്ടാക്കടയും സാരഥി അജിത്തും ഉള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തിരുമുൻപിലാണ്. ഒരു പക്ഷേ അനന്തപുരിക്കാർക്ക് മലയാളികൾക്കൊക്കെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ് തിരുവോണ നാൾ. അതേപോലെ തന്നെയാണ് പത്മനാഭനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ശ്രീ പത്മനാഭൻ്റെ പിറന്നാൾ ദിവസമാണ് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ദിവസം എനിക്കൊപ്പം തിരുവോണ നാളിലുള്ളത് ഓണവില്ല് കുടുംബമാണ്. ഓണവില്ല് കുടുംബത്തെ പറ്റി നമുക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മേലാറന്നൂരിലെ ഓണവില്ല് കുടുംബമാണ് വർഷങ്ങളായി ശ്രീ പത്മനാഭൻ ഓണവില്ല് സമർപ്പിക്കുന്നത്. തിരുവോണ നാളിൽ രാവിലെ പ്രധാന പൂജകൾക്ക് ഒപ്പം ആ ഓണവില്ല് സമർപ്പണം നടത്തും. ഇപ്പോഴും ആ ഓണവില്ല് സമർപ്പണം പൂർത്തിയാക്കിയതിനു ശേഷം ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് നമുക്കൊപ്പം ജനം ടി വിക്കൊപ്പം ഓണവില്ല് കുടുംബം ചേരുകയാണ്. ഇതിൻ്റെ മുത്താശ്ശേരി നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് ഇക്കുറി ഓണവില്ല് സമർപ്പണം? വളരെ ഭംഗിയായിട്ട് തന്നെ ഓണവില്ല് സമർപ്പണം നടന്നു. അത് ഞങ്ങൾ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഭഗവാന് തിരുവോണ നാളിൽ ഒരു സമ്മാനം നൽകുക എന്ന് പറയുന്നത്. ഭഗവാന്റെ വിലപ്പെട്ടൊരു സമ്മാനമാണ് ഓണവില്ല്. ഞങ്ങൾ ഉത്രാടനാൾ കുടുംബക്ഷേത്രത്തിൽ പൂജ നടത്തിയിട്ട് അത് രാവിലെ തന്നെ ഭഗവാന് ചാർത്താൻ വേണ്ടിയുള്ള ഓണവില്ലും കൂടെ എത്തിച്ചേർന്നു. വളരെ ഒരു സ്വീകരണമായിരുന്നു. പിന്നെ ഒരു വേദനയായിട്ടുള്ളത്, ഞങ്ങൾ വില്ല് സമർപ്പിക്കുമ്പോൾ അത് ഒറ്റക്കൽ മണ്ഡപത്തിൽ വെച്ചിട്ട് അതിൻ്റെ രണ്ട് വശങ്ങളിലെ കുഞ്ചലവും ഞാണവും ഒക്കെ കെട്ടുന്നതാണ്. പക്ഷേ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ചെയ്ത വില്ല് അവിടെ വച്ച് നേരത്തെ തന്നെ ആ മണ്ഡപത്തിൽ ഇരിക്കുന്നത് കണ്ടു. അത് ശരിയായ രീതിയല്ല. ഞങ്ങൾ കുടുംബത്തിൽ നിന്നും ആചാരപരമായിട്ട് സമർപ്പിക്കുന്ന ഒരു വില്ലുകൾ മാത്രമേ ഒറ്റക്കൽ മണ്ഡപത്തിൽ ഉണ്ടാകാവൂ. പക്ഷേ അത് പല പ്രാവശ്യം പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം അത് ഒരുപാട് വില്ലുകൾ അവിടെ ഇരിക്കുന്നത് കണ്ട് ഞങ്ങൾക്കത് വലിയ വേദന ഉണ്ടാക്കി. ഒരു സമർപ്പണം നടക്കുമ്പോൾ അതിനൊന്നും പാടില്ല എന്ന് ഞാൻ എക്സിക്യൂട്ടീവ് ഓഫീസറോട് സംസാരിച്ചിട്ടുണ്ട്. അടുത്ത വർഷം ഇത് പാടില്ല എന്ന് ഞാൻ അവരുടെ അടുത്ത് വളരെ താഴ്മയോടുകൂടി ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും ഭംഗിയായിട്ട് തന്നെ ചടങ്ങ് നന്നായിട്ട് നടന്നു. ഓണവില്ല് കുടുംബത്തെ പറ്റി ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഓണവില്ല് കുടുംബത്തിന്റെ ഇത്തവണത്തെ ഓണാഘോഷം എങ്ങനെയാണ്? കാരണം എല്ലാ തവണ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഞങ്ങളുടെ ഓണം എന്ന് പറയുന്നത് ശരിക്കും ഓണവില്ല് സമർപ്പണമാണ്. നമ്മുടെ അതിൽ കവിഞ്ഞ് വേറെ ഒന്നുമില്ല. ഭഗവാന്റെ അവിടെ ഓണവില്ല് സമർപ്പിക്കുക, ഞങ്ങൾ ആ ഒരു സന്തോഷത്തോടെ ഞങ്ങൾ വരുന്നത്. പിന്നെ ഭഗവാൻ ഇതിന് പുറമെ ഇനി വേറൊരു സന്തോഷം നമുക്കില്ല. കാരണം ഇത്രയും ഒരു ഇത് നമുക്ക് ചടങ്ങ് ഭഗവാൻ അവിടെ നടത്താനുള്ളൊരിത് ഭഗവാന്റെ എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്കത് ഒക്കില്ല. ഓണവില്ലൊക്കെ ഇവർ സമർപ്പിച്ചു. ഓണവില്ല് കുടുംബത്തിന്റെ ഓണസദ്യ എങ്ങനെയായിരിക്കും? ഓണവില്ല് കുടുംബത്തിന്റെ ഓണസദ്യ എങ്ങനെയാണ്? ഓണസദ്യ ഇക്കുറി അമ്മ ഇല്ലാത്തൊരു ഓണമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ടെല്ലാം വളരെ ലളിതമായ രീതിയിലാണ് ഞങ്ങളെല്ലാം തയ്യാറാക്കുന്നത്. പക്ഷേ ഓണവില്ല് സമർപ്പണത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ല രീതിയിൽ നടന്നു. അവർ വളരെ സന്തോഷത്തിലാണ്. ഓണവില്ലൊക്കെ സമർപ്പിച്ചു, ക്ഷേത്ര ദർശനമൊക്കെ നടത്തി. നമുക്കൊപ്പം മറ്റൊരാൾ കൂടി, അതായത് ചില കുഞ്ഞിന് അതിഥി കൂടി ഇത്തവണ ഓണവില്ല് കുടുംബത്തോടൊപ്പം ഉണ്ട്. പക്ഷേ നിറഞ്ഞൊരു സദസ്സായി തന്നെ നമുക്ക് ഇത്തവണ ഇവരെ കാണാൻ സാധിക്കും. മറ്റൊരു വ്യക്തി കൂടി മുത്താശ്ശേരിക്കൊപ്പം തന്നെയുള്ള ഓണവില്ല് സമർപ്പിക്കുന്ന ഒരു അംഗം കൂടി നമുക്കൊപ്പം ചെയ്തു. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണവില്ല് സമർപ്പണം? വളരെ ഭംഗിയായിട്ട് നടന്നു. നമ്മളൊരു സങ്കടം ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ ഓണം സമയത്ത് നമുക്കത് സങ്കടം വരിക എന്ന് പറഞ്ഞാൽ ഒരു വളരെ 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 ഒരു വേദനാജനകമാണ്. കാരണം ആചാരം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ജനങ്ങൾ ഓരോരോ പാർട്ടികളും ഓരോരോ ഇതായിട്ട് വരുന്നത്. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാര ലംഘനങ്ങൾ ഇവരാരും കാണുന്നില്ല എന്നുള്ളതൊരു വലിയ സങ്കടമാണ്. കാരണം ഇതൊരു ജാതീയമായ ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിശ്വകർമ്മ സമൂഹം ചെയ്യുന്ന ഒരു ചടങ്ങിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളൊരു അജണ്ട ഈ അമ്പലത്തിനകത്ത് ഉണ്ടോ എന്ന് വരെ നമുക്കിപ്പോൾ സംശയമുണ്ട്. അത് തീർച്ചയായും ആചാരം സംരക്ഷിക്കാൻ നിൽക്കുന്നവർ ഇത് കാണണം, ഇതിനെതിരെ പ്രതികരിക്കണം, ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്നൊരു അപേക്ഷ പത്മനാഭൻ്റെ നാമത്തിൽ ഞങ്ങൾക്കുണ്ട്. ഓണവില്ല് സമർപ്പണത്തിന് ശേഷം ഞങ്ങൾക്കൊപ്പം ചേർന്നതിൽ വളരെയധികം സന്തോഷം. ഓണവില്ല് കുടുംബത്തിന് ഓണാശംസകൾ. എന്തായാലും ഇവിടെ ഓണവില്ല് സമർപ്പണമൊക്കെ പൂർത്തിയാക്കി അവരുടെ സന്തോഷം അവർ പങ്കുവച്ചു. നമ്മളിനി മറ്റു കാഴ്ചകളിലേക്ക് പോവുകയാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇനിയിപ്പോൾ നമുക്കറിയാം 2026 ലക്ഷദീപം നടക്കുകയാണ്. 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ലക്ഷദീപമാണ്. അപ്പോൾ ഇത്തവണ ഇവിടെ ഒരു കൂറ്റൻ അത്തപ്പൂക്കളം തയ്യാറാക്കിയിട്ടുണ്ട്. ആ കൂറ്റൻ അത്തപ്പൂക്കളത്തിനൊരു പ്രത്യേകതയുണ്ട്. മുറജപത്തിൻ്റെയും ഒപ്പം തന്നെ ലക്ഷദീപത്തിൻ്റെയും ഒക്കെ ചടങ്ങ്
കുട്ടികളുടെ പ്രചരണാർത്ഥം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള അത്തപ്പൂക്കളമാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആദിത്യവർമ്മ തമ്പുരാൻ, ഹിസ്കൈനസ് ആദിത്യവർമ്മ തമ്പുരാൻ ഇവിടെ എത്തി അതിൻ്റെ ദീപമൊക്കെ തെളിയിച്ചു. ഇപ്പോൾ ആ ഒരു അത്തപ്പൂക്കളം ഇട്ട ടീമിനെയും ഒപ്പം തന്നെ ക്ഷേത്ര ഭാരവാഹികളെയും ഒക്കെ ആദരിക്കുന്ന ചടങ്ങുകൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ ഒരു മുറജപത്തിൻ്റെയും ലക്ഷദ്വീപത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള പ്രചരണാർത്ഥം നടൻ മോഹൻലാലൊക്കെ ഇവിടെ എത്തി വലിയ രീതിയിലുള്ള പ്രചാരണമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ തുടർച്ച എന്നോണമാണ് ഇത്തവണ ഈ ഒരു തിരുവോണനാളിൽ പത്മനാഭന്റെ പ്രിയപ്പെട്ട തിരുനാൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മദിനമെന്ന് ആഘോഷിക്കപ്പെടുന്ന ജന്മദിനമായ ഇന്ന് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപിൽ ഇത്തരത്തിൽ ഒരു വലിയ അത്തപ്പൂക്കളം, എല്ലാ തവണയും പൂക്കളം ഇടാറുണ്ട്, പക്ഷേ ഇത്തവണ അത് കുറച്ചുകൂടി സ്പെഷ്യലാണ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ മറ്റിടത്തും തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കാത്ത രീതിയിൽ പത്മനാഭന്റെ തന്നെ ചിത്രം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള ഒരു ചിത്രം അതിനകത്ത് മനസ്സിലാകുന്ന രീതിയിൽ ആഖിലേഖനം ചെയ്ത രീതിയിലുള്ളൊരു അത്തപ്പൂക്കളം, അതായത് അനന്തശയനം ആണ് ഇവിടുത്തെ അത്തപ്പൂക്കളമായി ഇന്ന് ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ വളരെ വിപുലമായ ആഘോഷ ചടങ്ങുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് തൊട്ടടുത്തായി ഇവിടുത്തെ മതിലകം ലക്ഷ്മി ആനയെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വാദ്യമേളങ്ങളുണ്ട്, വായ്ക്കുരവകളുണ്ട്, അകമ്പടിയുണ്ട്, നാമജപമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയുള്ളൊരു തിരുവോണ ദിനം ഇവിടെ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ളൊരു ഭക്തജന തിരക്ക് ഇവിടെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത്രയധികം തിരക്ക് ഇവിടെ വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രമീകരണങ്ങളും അതേപോലെ തന്നെ ഒരുക്കിയിട്ടുമുണ്ട്. നമുക്കറിയാം അനന്ത പത്മനാഭനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രിയപ്പെട്ട ദിവസമാണ്. ആ ഒരു പ്രിയപ്പെട്ട ദിവസം ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പത്മനാഭ ദാസൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ആദിത്യവർമ്മയുടെ പ്രതികരണം കൂടി നമുക്ക് തേടാം. അദ്ദേഹം സംസാരിക്കുമെന്ന് അദ്ദേഹം പോയേക്കാണ്. ഇപ്പോൾ കരമന ജയൻ നമുക്കൊപ്പം ചേരുകയാണ്, ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ഭാരവാഹി കൂടിയാണ്. ചേട്ടാ, ഇന്നിപ്പോൾ ഓണമാണ്, ഓണത്തിന് സമർപ്പിച്ച് ശ്രീ പത്മനാഭസ്വാമി ശരണം. ഈ വർഷത്തെ ഓണത്തിൻ്റെ പ്രത്യേകത വരാൻ പോകുന്ന നവംബർ 20 മുതൽ 2026 ജനുവരി 14 വരെ നടക്കുന്ന മുറജപവും ലക്ഷദ്വീപവുമായി ബന്ധപ്പെട്ടാണ് ഇത്തവണത്തെ അത്തപ്പൂക്കളം ഒരുക്കിയിട്ടുള്ളത്. ലോകവ്യാപകമായിട്ട് വലിയ ഒരു ശ്രദ്ധയാകർഷിക്കുന്ന വലിയൊരു മഹത് സംരംഭമാണ്, ഒരു പുണ്യ സംരംഭമാണ് മുറജപവും ലക്ഷദ്വീപവും. 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ മുറജപവും ലക്ഷദ്വീപവും ഇനി 2032 ഇനിയുള്ളൂ, 6 വർഷം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും ഈ ഓണം ശ്രീ പത്മനാഭസ്വാമിയുടെ തിരുമുൻപിൽ ഈ കിഴക്കേ നടയിൽ ഒരുക്കിയിട്ടുള്ള അത്തപ്പൂക്കളം ലക്ഷദ്വീപവുമായി മുറജപവുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അതൊരു പുണ്യ ദിവസമാണ് ഇന്ന് എന്നുള്ളതാണ് പറയാനുള്ളത്. ദാസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, അദ്ദേഹത്തിന്റെ നാളുകൂടിയാണ്. അപ്പോൾ വലിയ രീതിയിൽ തിരക്കൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ശ്രീ പത്മനാഭസ്വാമിയുടെ നാളാണ് തിരുവോണം, ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് പറയുന്നത്. 10,000-കണക്കിന് ഭക്തജനങ്ങൾ വന്ന് തൊഴുതു പോകുന്ന ഈ ദിവസം ഏകദേശം 1000-കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം, ഉച്ചഭക്ഷണം, സദ്യ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ഭഗവാന്റെ പ്രസാദമായി കഴിക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. എല്ലാവർക്കും സൂചിപ്പിച്ചതുപോലെ വലിയ തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. നമുക്കറിയാവുന്ന തിരുവോണ നാളാണ്, ചിങ്ങമാസത്തിലെ തിരുവോണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീപത്മനാഭൻ്റെ ജന്മനാളാണ് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഐതിഹ്യ പെരുമയിൽ തന്നെയാണ് പത്മനാഭ ക്ഷേത്ര സന്നിധി ഇത്തവണ ഉള്ളത്. വലിയ രീതിയിലുള്ള തിരക്കുണ്ട്. ഒപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ മുറജപത്തിൻ്റെയും ലക്ഷദ്വീപത്തിൻ്റെയും ഒക്കെ ആഘോഷത്തിലേക്ക് നമ്മൾ അനന്തപുരിക്കാർ കടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തലസ്ഥാനത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഈ മണിക്കൂറിൽ. ഇനിയിപ്പോൾ ഓണസദ്യകൾ ഉണ്ട് വിവിധ ഇടങ്ങളിൽ. ഒപ്പം ജനം TV കുടുംബത്തിലും ഓണാഘോഷങ്ങളൊക്കെ ഇനി വരും മണിക്കൂറിലുണ്ടാവും. എന്തായാലും ടീം ജനത്തിന് ഞങ്ങളുടെ ബ്യൂറോയുടെ വക ഒരു വലിയ ഓണ ആശംസകൾ, തിരുവോണദിന ആശംസകൾ നേരുന്നു. ഒപ്പം വരും മണിക്കൂറിൽ വിവിധ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് തലസ്ഥാന നഗരത്തിൽ നിന്ന് നമ്മളെ ശാലിനിക്കും അതുപോലെ ക്യാമറാമാൻ അനീഷ് കാട്ടാക്കടയ്ക്കും സാരഥി അജിത് കട്ടാലിനും തിരുവോണ ദിനത്തിൽ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം ശാലിനി ഇന്ന് വളരെയേറെ സുന്ദരിയായിരിക്കുന്നു എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ നിരവധി കമന്റ്സ് ഉണ്ട്, അത് അറിയിക്കുകയാണ്. ഒപ്പം ആശംസകളും.